ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 12ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. കൂദാശയുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. വിശക്കാത്തവരായ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ വിശക്കുമ്പോഴൊക്കെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? വിശപ്പിൽ ഒരു ബന്ധനമുണ്ട്. കുറവിൻ്റെ ബന്ധനം, ഇല്ലായ്മയുടെ ബന്ധനം, ദാരിദ്ര്യത്തിൻ്റെ ബന്ധനം. എല്ലാത്തരം വിശപ്പുകളിലും കുറവിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ഇല്ലായ്മയുടെ ഈ ബന്ധനമാണ് നമ്മെ കെട്ടിയിടുക. ആഹാരത്തിനായുള്ള വിശപ്പ്, സ്നേഹത്തിനായുള്ള വിശപ്പ്, അംഗീകാരത്തിനായുള്ള വിശപ്പ്, പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള വിശപ്പ്. ഈ വിശപ്പുകളിലൊക്കെ തന്നെ കുറവിൻ്റെ ഈ ബന്ധനമാണ് നമ്മെ കെട്ടിയിടുക. എന്നാൽ വിശപ്പ് വിഭാവനം ചെയ്യുന്ന ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ നാം അപ്പം കഴിക്കുന്നു. അപ്പത്തിന് അതിൽ തന്നെ ജീവനുണ്ട്. അതുകൊണ്ടാണ് വിശന്ന് വലഞ്ഞ് വാടിത്തളർന്നിരിക്കുന്ന ഒരു കുട്ടി അപ്പം കഴിച്ച് ചുണക്കുട്ടിയെപ്പോലെ ഓടിച്ചാടി നടക്കുന്നത്. എന്നാൽ അപ്പത്തിൽ മരണവും നിഴലിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ ആർത്തിയോടെ നാം കടിച്ചു മുറിച്ച് തിന്നുമ്പോൾ മരിക്കുന്നത് അപ്പമാണെന്ന് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ അപ്പത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ മരിക്കുക, മുറിക്കപ്പെടുക എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ മരണവും കൊണ്ട് അവസാനിക്കുന്നില്ല. മരിച്ച അപ്പത്തിന് ഒരു ഉയർപ്പ് കൂടെയുണ്ട്. ആഹരിക്കുന്നവനിൽ, ഭക്ഷിക്കുന്നവനിൽ ജീവനായി, ഊർജമായി, ഉണ്മയായി, ചൈതന്യമായി അപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു. അൾത്താരയിലെ പരിശുദ്ധമായ അപ്പം ലോകത്തിലെ ആയിരക്കണക്കിന് ദേവാലയങ്ങളിൽ അനുദിനം ജീവനായി, ഉണ്മയായി, ഊർജമായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അനേക വിശ്വാസികളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മൃതിയിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന അപ്പമാണ് അൾത്താരയിൽ വാഴ്ത്തപ്പെട്ട അപ്പം. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ ഈശോ നമുക്കിന്ന് ദിവ്യകാരുണ്യ സ്ഥാപനത്തിന് മുമ്പായി അവിടുന്ന് അതിന് പശ്ചാത്തലമായി അവിടുന്ന് 5 അപ്പവും 2 ഉപ്പുമീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന ജനതതിയെ തീറ്റിപ്പോറ്റിയ സംഭവമാണ് ഇന്നത്തെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 അത്ഭുതങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. ഒന്നാമത്തേത് രണ്ട് വലിയ അത്ഭുതങ്ങളും ഒരു ചെറിയ അത്ഭുതവും. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കലച്ഛൻ്റെ ചിന്തയാണ്, കാപ്പിപ്പൊടിയച്ഛൻ്റെ. അതായത് 3 അത്ഭുതങ്ങൾ, ഈ 2 വലിയ അത്ഭുതവും ഒരു ചെറിയ അത്ഭുതവുമാണ് ഈ സംഭവത്തിൽ നാം കാണുന്നത്. ഏറ്റവും ചെറിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരങ്ങളിൽ 5 യവയപ്പവും 2 ഉപ്പുമീനും 5000-ങ്ങൾക്ക് അതിലും അപ്പുറമുള്ള ജനതകൾക്ക് ആഹാരമായി തീരുന്നു. ഇതൊരു ചെറിയ അത്ഭുതമാണ്. കാരണം കരം ദൈവത്തിൻ്റേതാണ്. അവൻ്റെ കരങ്ങളിൽ നമ്മുടെ ഇല്ലായ്മകളുടെയും കുറവുകളുടെയും കൂമ്പാരമായ, ബലഹീനതകളുടെ കൂമ്പാരമായ നമ്മുടെ ജീവിതങ്ങൾ വച്ചു കൊടുക്കുക. അവനത് 1000-ങ്ങൾക്ക് അത്താണിയാക്കി മാറ്റും. കാരണം കരം ദൈവത്തിൻ്റേതാണ്. വീണ്ടും 2 വലിയ അത്ഭുതങ്ങൾ എന്താണ്? ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത, ബോധമില്ലാത്തവരെന്ന് കരുതിയ 12 മത്സ്യത്തൊഴിലാളികൾ അവരെ ആ പുൽത്തകിടിയിൽ അടക്കി ഒതുക്കി ഇരുത്തി. അത് വലിയൊരു അത്ഭുതമാണ്. കേവലം വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമായ ബലഹീനരായ ആ 12 അപ്പോസ്തലന്മാരെ കൊണ്ട് ആ ജനത്തെ അടക്കിയിരുത്താൻ സാധിച്ചു. അത് വലിയൊരു അത്ഭുതമാണ്. രണ്ടാമത്തെ വലിയ അത്ഭുതം എന്താണ്? ഈ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ കേട്ട് ആ ജനം ആ പുൽത്തകിടിയിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നു. ഇത് ഇടവകയുടെ ഒരു അനുഭവമാണ്. വൈദികർ സാധാരണഗതിയിൽ വലിയ വിവരമുള്ളവരല്ല, ഉള്ളവരുണ്ട്. എന്നാൽ സാധാരണ വികാരിയച്ഛന്മാർ ആ മത്സ്യത്തൊഴിലാളികളുടെ ചില ബലഹീനതകളുമൊക്കെ
അവർക്കുണ്ടാകാം, മത്സ്യത്തൊഴിലാളികളെ പോലെയുള്ള ചില നിസ്സഹായതകൾ. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഇടവകയിലുള്ള മനുഷ്യമക്കളെയെല്ലാം ഇടവകയിൽ അടക്കി ഒതുക്കി ഇരുത്താൻ സഭയുടെ ആ ചട്ടങ്ങൾക്കുള്ളിൽ ഇരുത്താൻ സാധിച്ചാൽ അത് വലിയൊരു അത്ഭുതമാണ്. വീണ്ടും ഇടവകയാവുന്ന പുൽത്തകിടിയിൽ ജനം അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ കേട്ട് അനുസരിച്ചിരുന്നതുപോലെ വൈദികരുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവം വൈദികരിലൂടെ സംസാരിക്കുന്ന ഒരനുഭൂതിയിൽ അവിടെ നല്ല രീതിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇടവക വലിയൊരു സ്വർഗമായിത്തീരും. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ കുർബാന ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ വഴിയിൽ തേച്ചരയ്ക്കപ്പെടുന്ന ഒരവസ്ഥ, നാണം കെടുത്തപ്പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ചവിട്ടപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയമാണെന്ന് ഓർക്കുക. വലിച്ചെറിയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് ഓർക്കുക. മലീമസമാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സഭയാണെന്ന് ഓർക്കുക. ആകയാൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വിലയിരുത്താനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ ശരീരം വഴിയിൽ ചവിട്ടിത്തേക്കപ്പെടരുത്. കാരണം ലോകത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയായ പരിശുദ്ധ കത്തോലിക്ക സഭയെ, 140 കോടിയോളമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയെ, ലോകത്തിൻ്റെ 1/3 വിഭാഗമുള്ള ക്രൈസ്തവ സഭയെല്ലാം നിലനിർത്തുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവും അടങ്ങുന്ന പരിശുദ്ധ കുർബാന എന്ന ആ കൂദാശയാണ്. ലോകത്തിലുള്ള 140 കോടി കത്തോലിക്കരെ ഒരു പരിശുദ്ധ പാപ്പായുടെ കീഴിൽ ഒരു കുടുംബമായി നിലനിർത്തുന്നതും പരിശുദ്ധ കുർബാനയാണ്. ഇടവക തിരുനാളിൽ എത്രയേറെ കലാപരിപാടികളുണ്ടെങ്കിലും എത്രയേറെ പ്രോഗ്രാമുകളുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയല്ലേ ആ തിരുനാളിനെ തിരുനാളാക്കി മാറ്റുന്നത്. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാകുന്ന ആ പരിശുദ്ധമായ രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഈ മഹത്തായ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു.